2025 മെയ് 7 അർദ്ധരാത്രിക്ക് ശേഷമാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. 2025 ഏപ്രിൽ 22 പഹൽഗാം കൂട്ടക്കൊലയാണ് ഈ ധീരമായ പ്രവൃത്തിക്ക് പ്രചോദനമായത്. പാകിസ്ഥാൻ, പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ ലക്ഷ്യങ്ങൾക്കെതിരെ ഇന്ത്യ ഒന്നിലധികം ആക്രമണങ്ങളും റെയ്ഡുകളും നടത്തി. തുടർന്ന് ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഭീകരർക്ക് വലിയ നഷ്ടം വരുത്തിവെച്ചു. അവരുടെ കഴിവുകളെ ദുർബലപ്പെടുത്തി. ഈ പ്രവർത്തനം പാകിസ്ഥാന്റെ സൈനിക ഭീകര കൂട്ടുകെട്ടിന് കടുത്ത വെല്ലുവിളി ഉയർത്തി. ആധുനിക സൈനിക ശേഷി പ്രദർശിപ്പിക്കാൻ ഇന്ത്യൻ സായുധ സേന വൈദഗ്ധ്യമാർന്ന നൂതന ആയുധങ്ങൾ ഉപയോഗിച്ചു. റാഫേൽ യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിച്ച സ്കാൽപ് മിസൈലുകളും ഹാമർ യുദ്ധോപകരണങ്ങളും ഇന്ത്യൻ വ്യോമസേന ഉപയോഗിച്ചു. നാഗാസ്ത്ര 1 പോലുള്ള ദീർഘദൂര ഡ്രോണുകളും ലക്ഷ്യം കാണുന്നത് വരെ പറന്നു നടക്കുന്ന യുദ്ധോപകരണങ്ങളും കൃത്യമായ ആക്രമണങ്ങളും ഹൈടെക് യുദ്ധോപകരണങ്ങളും എല്ലാം ഇന്ത്യ സാധ്യമാക്കി. ആകാശ്ദീപ് റഡാർ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പിന്തുണയോടെ ഇന്ത്യൻ സൈന്യം MMG-കൾ, ATGM-കൾ, മോട്ടോറുകൾ എന്നിവ ഉപയോഗിച്ചു. INS വിക്രാന്തിൻ്റെ നേതൃത്വത്തിലുള്ള കരിയർ ബാറ്റിൽ ഗ്രൂപ്പുമായി ഇന്ത്യൻ നാവികസേന സമുദ്രമേഖലകൾ സംരക്ഷിച്ചു. വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകളും താൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകളും വിക്രാന്തിനെ പിന്തുണച്ചുകൊണ്ട് അകമ്പടി ഉണ്ടായിരുന്നു. INS വിക്രാന്തിൽ MiG-29 ജെറ്റുകൾ സജ്ജമായിരുന്നു. ലീപ താഴ്വരയിലെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാനിലെയും POK-യിലും 9 ഭീകര ക്യാമ്പുകൾ ഓപ്പറേഷൻ സിന്ദൂർ നശിപ്പിച്ചു. ഈ സ്ഥലങ്ങളിലെ പുനർനിർമ്മാണത്തിന് 8 മുതൽ 12 മാസം വരെ എടുക്കുമെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നു. ഭൗതിക നാശനഷ്ടങ്ങൾക്ക് പുറമെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര ഗ്രൂപ്പുകൾക്ക് അവിടെ സുരക്ഷിതമെന്ന് തോന്നൽ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രവർത്തനം. ഇത് ഒരു മാനസികമായ മാറ്റത്തിന് കാരണമായി. കാരണം പാകിസ്ഥാനിലാണെങ്കിൽ പോലും ഭീകരവാദികൾക്ക് ഭയന്ന് ഒളിച്ചിരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. ഇന്ത്യൻ വ്യോമസേന കൃത്യത ആക്രമണങ്ങളും വ്യോമ ആധിപത്യവും. എങ്ങനെയാണ് ഇന്ത്യൻ വ്യോമസേന ഓപ്പറേഷൻ സിന്ദൂറിൽ അഭിമാനാർഹമായ രീതിയിൽ പ്രവർത്തിച്ചത്? ഓപ്പറേഷൻ സിന്ദൂറിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ദസൗ റാഫേൽ മൾട്ടി റോൾ യുദ്ധവിമാനമായിരുന്നു. അതിൽ ഇന്ത്യയുടെ ആയുധപ്പുരയിൽ നിന്ന് കൃത്യതയുള്ള ആക്രമണായുധങ്ങൾ, പ്രത്യേകിച്ച് സ്കാൽപ് ക്രൂയിസ് മിസൈലുകൾ, ഹാമർ പോലുള്ള കൃത്യതയുള്ള ആയുധങ്ങൾ എന്നിവ വിക്ഷേപിക്കുക എന്ന ദൗത്യം നിർവഹിച്ചു. 2020 മധ്യത്തോടെ ഇന്ത്യൻ വ്യോമസേന ഫ്രാൻസിൽ നിന്നുള്ള റാഫേൽ ജെറ്റുകൾ ഉൾപ്പെടുത്തി. ഇന്ത്യയുടെ വ്യോമയാന ശേഷിക്ക് അത് നേരിട്ടുള്ള ഉത്തേജനമായി. 2025 ഏപ്രിൽ 28 ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ മറ്റൊരു കരാർ ഒപ്പുവെച്ചു. ഇന്ത്യൻ നാവികസേനയ്ക്കായി 26 റാഫേൽ മറൈൻ വിമാനങ്ങൾ കൂടി വാങ്ങുന്നതിനുള്ള ഒരു കരാർ ഒപ്പുവെച്ചു. ഇത് ഇന്ത്യയുടെ മൊത്തം റാഫേൽ വിമാനങ്ങളുടെ എണ്ണം 62ആയി ഉയർത്തി. ഈ കരാറിന് ശേഷം വ്യോമസേനയും നാവികസേനയും റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറി. സ്റ്റോം ഷാഡോ എന്നറിയപ്പെടുന്ന സ്കാൽപ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ വ്യാപകമായി ഉപയോഗിക്കുന്ന സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ, ഹെവി ഡ്യൂട്ടി മിസൈലുകൾ എന്നിവയിൽ ഒന്നാണ്. ഈ ദീർഘദൂര ലോ ഒബ്സർവബിൾ ക്രൂയിസ് മിസൈലുകൾ ശത്രുവിൻ്റെ ആഴത്തിലുള്ള പ്രദേശങ്ങളിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്ത പാരമ്പര്യേതരമായ ഉയർന്ന കൃത്യതയുള്ള ആയുധങ്ങളാണ്. യൂറോപ്യൻ MBDA, ഫ്രാൻസ് ആൻഡ് UK വികസിപ്പിച്ചെടുത്ത സ്കാൽപ് EG മിസൈലുകൾ 2020 ഇന്ത്യ ആദ്യമായി സമഗ്രമായ റാഫേൽ ആയുധ പാക്കേജിന് കീഴിൽ ഉൾപ്പെടുത്തി. അടിയന്തര പ്രവർത്തന ആവശ്യങ്ങൾക്കിടയിൽ ഈ നിർണായക ഉപകരണങ്ങൾ ഏറ്റെടുക്കാൻ അടിയന്തര സംഭരണ അധികാരങ്ങൾ അനുവദിച്ചു. ആക്രമണങ്ങൾക്കിടയിൽ റാഫേൽ ജെറ്റുകൾ വളരെ ഉയർന്ന കൃത്യതയ്ക്ക് പേരുകേട്ട ഹമ്മർ, ഹൈലി അജൈൽ മോഡുലാർ മ്യൂണിഷൻ എക്സ്റ്റൻഡഡ് റേഞ്ച് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. കൃത്യതയ്ക്ക് പേരുകേട്ട ഹാമർ പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങളും വിക്ഷേപിച്ചു. 2020 സെപ്റ്റംബറിൽ ഇന്ത്യ സാഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസ്, അത് ഫ്രാൻസിലെയാണ്, നിന്ന് വലിയ സംഖ്യയിൽ AASM ഹാമർ യുദ്ധോപകരണങ്ങൾ ഓർഡർ ചെയ്തു. ഉടനടി ഡെലിവറികൾ ഉറപ്പാക്കാൻ ഫ്രഞ്ച് വ്യോമ ബഹിരാകാശ സേന സ്വന്തം ഹാമർ സപ്ലൈകളിൽ ചിലത് അങ്ങേയറ്റം അടിയന്തര ആവശ്യത്തോടെയും തന്ത്രപ്രധാനമായ പ്രാധാന്യത്തോടെയും ഇന്ത്യക്ക് കൈമാറി. 2025 ഫെബ്രുവരി 11 മറ്റൊരു നാഴികക്കല്ലായ സംഭവം നടന്നു. ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന് അനുസൃതമായി
ഇന്ത്യയിൽ ഹാമറിൻ്റെ തദ്ദേശീയ ഉൽപ്പാദനം ഇഷ്ടാനുസൃതമാക്കൽ, വിൽപ്പന, പരിപാലന എന്നിവയ്ക്കായി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, സാഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസ് എന്നിവ തമ്മിൽ ഒരു സംയുക്ത സംരംഭം ആരംഭിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യൻ സൈന്യം ഹെവി ഡ്യൂട്ടി മിസൈലുകളിൽ ഉൾപ്പെടുന്ന ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങളിലേക്ക് തൊടുത്തുവിട്ടു. ഇന്ത്യയുടെ DRDOയും റഷ്യയുടെ NBO മഷിനോസ്ട്രോയിനെയും സംയുക്തമായി ഈ അതിവേഗ ക്രൂയിസ് മിസൈലുകൾ വികസിപ്പിച്ചെടുത്തു. 2000-ന്റെ തുടക്കം മുതൽ ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. 2001-ൽ ആദ്യമായി പരീക്ഷിച്ചു. 2005-ൽ ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തി. ഓപ്പറേഷൻ സിന്ദൂറിനിടെ അവയുടെ വിന്യാസം ഇന്ത്യയുടെ ദീർഘദൂര ആക്രമണശേഷിക്ക് അവ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് സൂചിപ്പിക്കുന്നു. ഓപ്പറേഷൻ സമയത്ത് പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ റാംപേജ് മിസൈലുകളും ഉപയോഗിച്ചു. അടിയന്തരമായ വാങ്ങൽ അധികാരങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ നാവികസേനയും ഇന്ത്യൻ വ്യോമസേനയും ഈ മിസൈലുകൾ വാങ്ങി. ഡ്രോണുകളും ലോയിറ്ററിംഗ് യുദ്ധോപകരണങ്ങളും. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ദീർഘദൂര ഡ്രോണുകളും ലോയിറ്ററിംഗ് സംവിധാനങ്ങളും ഫലപ്രദമായി പ്രയോഗിച്ചു. പാകിസ്ഥാനിലെ 9 സ്ഥലങ്ങൾ ഭീകരകേന്ദ്രങ്ങൾ, ഉദാഹരണത്തിന് മുറിക്കെ, ബഹവൽപൂർ എന്നിവിടങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തി. പ്രതിസന്ധിയിൽ ഇന്ത്യ ഇസ്രായേലി ആരോ ഡ്രോണുകൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുണ്ട്. കൃത്യമായി ആക്രമണം നടത്തുന്നതിന് മുമ്പ് ലക്ഷ്യസ്ഥാനത്ത് മിന്നിമറയാൻ ഈ ഡ്രോണുകൾക്ക് കഴിവുണ്ട്. അങ്ങനെ നിരീക്ഷണത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും ഒരു സംയോജനമാണിത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യൻ സായുധ സേന നാഗാസ്ത്ര 1 ഉപയോഗിച്ചു. ഈ കമിതാസെ ഡ്രോണുകൾ സ്ഫോടനാത്മകമായ പേലോഡ് വഹിക്കുകയും ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ ഇൻ്റലിജൻസ് നിരീക്ഷണ ശേഷികളോടെ കൃത്യതയോടെ ആക്രമിക്കുകയും ചെയ്യുന്നു. നാഗ്പൂരിലെ സോളാർ എക്സ്പ്ലോസീവാണ് നാഗാസ്ത്ര 1 രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തത്. ഇതിൽ 75%-ലധികവും തദ്ദേശീയമായി ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങളാണ്. തദ്ദേശീയ ഡ്രോൺ വികസനത്തിനായി ഇന്ത്യയിൽ ഊർജ്ജസ്വലമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ സ്കൈ സ്ട്രൈക്കറും ഉൾപ്പെടുന്നു. അതിർത്തിക്കപ്പുറമുള്ള ഭീകര ക്യാമ്പുകൾ, പോസ്റ്റുകൾ, വെടിമരുന്ന് ഡിപ്പോകൾ എന്നിവ നിശബ്ദമായും കൃത്യമായും നശിപ്പിക്കാൻ ഇന്ത്യൻ സേന അദാനി ഗ്രൂപ്പിന് കീഴിൽ ബാംഗ്ലൂരുവിലെ ആൽഫ ഡിസൈൻ ടെക്നോളജീസും ഇസ്രായേലിൻ്റെ എൽബിറ്റ് സിസ്റ്റവും സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത സ്കൈ സ്ട്രൈക്കർ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായും വെല്ലുവിളിച്ചു. കൂടാതെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതിനും തീവ്രവാദ ഗ്രൂപ്പുകൾക്കിടയിൽ നാശനഷ്ടങ്ങൾ വരുത്തുന്നതിനും ഗണ്യമായി കാരണമായി. ഏകോപിത ആക്രമണങ്ങൾ നിർണായക തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളെ മുരിത്കയിലെ ലഷ്കർ-ഇ-തൊയ്ബയുടെയും ബഹാവൽപൂരിലെ ജെയ്ഷ്-ഇ-മുഹമ്മദിൻ്റെയും പ്രതീകാത്മക കേന്ദ്രങ്ങളെ ഫലപ്രദമായി ലക്ഷ്യം വെച്ചു. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങളും ഹിസ്ബുൾ മുജാഹിദീൻ്റെ അറിയപ്പെടുന്ന പ്രവർത്തന കേന്ദ്രവും ലക്ഷ്യമാക്കി. 2025 മെയ് 7-ന് ഈ ആക്രമണങ്ങളുടെ ഫലമായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും വ്യാപിച്ചു കിടക്കുന്ന 9 ഭീകര ക്യാമ്പുകൾ ഇല്ലാതാക്കിയതായി ഇന്ത്യ അവകാശപ്പെട്ടു. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഈ നടപടിയെ ശക്തിയായി അപലപിക്കുകയും മിസൈൽ ആക്രമണങ്ങളിൽ 31 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 46 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യൻ ആക്രമണത്തെ യുദ്ധപ്രവൃത്തി എന്ന് വിളിക്കുകയും പ്രതികരിക്കാനുള്ള അവകാശമുണ്ടെന്ന് അറിയുകയും ചെയ്തു. അവർ നേരിട്ടുള്ള ഭൗതിക നാശനഷ്ടങ്ങൾക്കപ്പുറം കൃത്യമായ ആക്രമണങ്ങൾ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര ഗ്രൂപ്പുകൾ ദീർഘകാലമായി അനുഭവിച്ചിരുന്ന സുരക്ഷിത ബോധത്തെ തകർക്കുകയും ലഷ്കർ-ഇ-തൊയ്ബ, ജെയ്ഷ്-ഇ-മുഹമ്മദ് പോലുള്ള സംഘടനകൾക്കുള്ളിൽ ഒരു പുനർവിചിന്തനത്തിന് നിർബന്ധിതമാക്കുകയും ചെയ്തു. ഇത് ഒരു ക്യാറ്റ് ആൻഡ് മൗസ് കളിക്ക് തുടക്കമിട്ടു. അവിടെ ഭീകരന്മാർ ഒളിച്ചിരിക്കുകയും അവർ സുരക്ഷിത താവളങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ അവരുടെ താവളങ്ങൾ തകർക്കാൻ വേണ്ടി സൂക്ഷ്മമായ ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കാനും അതിലൂടെ ഇന്ത്യയുടെ പ്രഹരശക്തികൾ തന്ത്രപരമായി വികസിപ്പിക്കാനും ഇന്ത്യക്ക് ഇനി സാധിക്കുമെന്ന് ഉറപ്പാണ്. ഇന്ത്യൻ സൈന്യം കരയുദ്ധ പ്രവർത്തനങ്ങളും പ്രതിരോധ ശേഷികളും. പാകിസ്ഥാൻ പോസ്റ്റുകൾ നശിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം ഫലപ്രദമായി ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ ഉപയോഗിച്ചു. ഈ ഗൈഡഡ് ആയുധങ്ങളുടെ കൃത്യമായ വിന്യാസത്തിലൂടെ പൂഞ്ച് മേഖലയിലെ 10-12 പോസ്റ്റുകൾ ഇല്ലാതാക്കിയതായി റിപ്പോർട്ടുണ്ട്. DRDOയുടെ തദ്ദേശീയ ഉൽപ്പാദനമായ നാഗ് മിസൈൽ സിസ്റ്റം ട്രാക്ക്ഡ് പതിപ്പ് ഉപയോഗിച്ച് DRDOയുടെ തദ്ദേശീയ ഉൽപ്പാദനമായ നാഗ് മിസൈൽ സിസ്റ്റം ട്രാക്ക്ഡ് പതിപ്പ് ഉപയോഗിച്ച് ഇന്ത്യ
അതിൻ്റെ ടാങ്ക് വിരുദ്ധ യുദ്ധം ശക്തിപ്പെടുത്തുകയാണ്. ഇതിനു പുറമെ തദ്ദേശീയ പ്രതിരോധ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വിശാലമായ ഒരു പരിപാടിയുടെ ഭാഗമായി 2025 മാർച്ച് 27 ഉദ്യോഗസ്ഥർ നാഗ് മിസൈൽ സിസ്റ്റത്തിനായി കരാറുകളിൽ ഒപ്പുവെച്ചു. നേരിട്ടുള്ള ഫയറിംഗ് ആയുധങ്ങൾ ഉപയോഗിച്ച് ഉപയൂണിറ്റുകൾ മുഖാമുഖ യുദ്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈ സംവിധാനം സമയബന്ധിതമായ മോട്ടാർ സപ്പോർട്ട് നൽകി. ഐഡെക്സ് സംരംഭത്തിന് കീഴിൽ ഇന്ത്യൻ സൈന്യം ഒരു ലൈറ്റ് വെയ്റ്റ് 81mm ഇൻഫൻട്രി മോട്ടാർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. DRDO വികസിപ്പിച്ചെടുത്ത് ഇന്ത്യൻ കമ്പനികൾ നിർമ്മിച്ച പിനാക MB-6 90 കിലോമീറ്റർ ദൂരപരിധിയുള്ള 40 സെക്കൻഡിനുള്ളിൽ 12 റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ പിനാകയ്ക്ക് കഴിയും. പിനാക സിസ്റ്റത്തിന് അതിശക്തമായ ഫയർ പവറും വേഗത്തിലുള്ള ഡെലിവറി ഉപയോഗിച്ച് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ മിസൈൽ ലോഞ്ചറുകൾ, പീരങ്കി സ്ഥാനങ്ങൾ, ഫോർവേഡ് പോസ്റ്റുകൾ, വിതരണ റൂട്ടുകൾ എന്നിവ നശിപ്പിച്ചു. പാകിസ്ഥാൻ സൈന്യത്തിന് കാര്യമായ മാനസിക പ്രഹരം നൽകി. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ നിർമ്മിച്ച റഡാർ സംവിധാനങ്ങൾ അതിശയകരമായി ഉപയോഗിക്കപ്പെട്ടു എന്നാണ് അവകാശപ്പെടുന്നത്. ഇന്ത്യൻ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഭാരമേറിയ ആയുധങ്ങളും വ്യോമ ആസ്തികളും ഉപയോഗിച്ച് ഇന്ത്യൻ സ്ഥാനങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ച പാകിസ്ഥാന്റെ വ്യോമ പ്ലാറ്റ്ഫോമുകളെ ലക്ഷ്യമാക്കി നശിപ്പിക്കാൻ ഈ റഡാർ ആവശ്യമായിരുന്നു. റഡാർ ഇൻസ്റ്റലേഷനുകൾക്കൊപ്പം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ തോക്കുകളും ഇന്ത്യൻ സ്ഥാനങ്ങൾക്ക് കൃത്യമായ നാശനഷ്ടങ്ങൾ വരുത്താതെ പാകിസ്ഥാൻ വ്യോമ ഭീഷണികളെ നശിപ്പിച്ചു. 2025 മെയ് 7-8 തീയതികളിൽ അർദ്ധരാത്രിയിൽ പാകിസ്ഥാൻ വ്യോമസേന ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇന്ത്യൻ നഗരങ്ങളെയും വടക്കൻ പടിഞ്ഞാറൻ സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ച് ഏകോപിത വ്യോമാക്രമണം നടത്തി. അവന്തിപ്പോര, ശ്രീനഗർ, ജമ്മു, പത്താൻകോട്ട്, അമൃത്സർ, ലുധിയാന, ഭുജ് പോലുള്ള സ്ഥലങ്ങളിലായിരുന്നു ആക്രമണം. 600 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും 400 കിലോമീറ്റർ അകലെ അവയെ തടയാനും കഴിയുള്ള S-400 ഇന്ത്യൻ വ്യോമസേന കമാൻഡ് നെറ്റ്വർക്കുമായി സംയോജിച്ച് ഡ്രോൺ, മിസൈലുകൾ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ വ്യോമ ഭീഷണികളെയും വിജയകരമായി കണ്ടെത്തി ട്രാക്ക് ചെയ്ത് വെടിവെച്ചിട്ടു. ഒരു യുദ്ധത്തിൽ ഇന്ത്യ S-400 ഉപയോഗിക്കുന്നത് ഇതാദ്യമായാണ്. അതുവഴി ആ ഉപകരണത്തിൻ്റെ കഴിവ് ലോകത്തിന് മുന്നിൽ തെളിയിക്കാനും സാധിച്ചു. ഇന്ത്യൻ പ്രതികാരം POKയിലെ ലീപ താഴ്വരയിലെ പാകിസ്ഥാൻ അടിസ്ഥാന സൗകര്യങ്ങളുടെ വിനാശകരമായ നാശം ഉറപ്പാക്കി. ഇതിൽ കുറഞ്ഞത് 3 പോസ്റ്റുകൾ, ഒരു വെടിമരുന്ന് ഡിപ്പോ, ഒരു ഇന്ധന സംഭരണി, പീരങ്കി സ്ഥാനങ്ങൾ എന്നിവ നശിപ്പിക്കപ്പെട്ടു. ചിനാർ കോർപ്സിന്റെ പ്രതികാരാക്രമണത്തിൽ കുറഞ്ഞത് 64 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും 96 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇന്റലിജൻസ് നിരീക്ഷണ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു. മെയ് 7 മുസഫറാബാദിന് സമീപം നടത്തിയ 25 മിനിറ്റ് നീണ്ടുനിന്ന ഏകോപിത വ്യോമ പീരങ്കി ആക്രമണത്തിനിടെ ലഭിച്ച പാകിസ്ഥാൻ മിലിറ്ററി റേഡിയോ ട്രാഫിക് സിഗ്നൽ പാകിസ്ഥാൻ സൈനികർക്കിടയിലുള്ള കടുത്ത അസ്വസ്ഥത വെളിപ്പെടുത്തുന്നു. ഒരു പള്ളിക്കുള്ളിൽ ഒളിച്ചിരുന്ന POK 75th ഇൻഫൻട്രി ബ്രിഗേഡ് കമാൻഡറിൽ നിന്ന് പിടിച്ചെടുത്ത സന്ദേശം ഉദ്ധരിച്ചുകൊണ്ട് ഒരു മുതിർന്ന ചിനാർ കോർപ്സ് ഓഫീസർ പറഞ്ഞു, ആദ്യം ജീവൻ രക്ഷിക്കുക, ഓഫീസുകൾ പിന്നീട് വീണ്ടും തുറക്കാം എന്നായിരുന്നു ഉത്തരവ്. 1:3 അനുപാതത്തിൽ പ്രതികാരശക്തിയോടെ പ്രതികരിക്കുമെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വ്യക്തമായി പറഞ്ഞു. അതായത് പാകിസ്ഥാന്റെ ഓരോ വെടിനിർത്തൽ ലംഘനത്തിനും ഇന്ത്യൻ സൈന്യം 3 ഇരട്ടി തീവ്രതയോടെ തിരിച്ചടിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനം. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ അതിവേഗം വടക്കൻ അറബിക്കടലിലേക്ക് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിനെ വിന്യസിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിന്റെ നേതൃത്വത്തിൽ ഈ നീക്കം വേഗത്തിലുള്ള മാരിടൈം പവർ പ്രൊജക്ഷൻ പ്രകടമാക്കി. 2023 നവംബർ മുതൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ INS വിക്രാന്ത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ നാവിക നിർവഹണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു. വിക്രാന്ത് CBE 24 മണിക്കൂറും പറക്കാൻ സജ്ജമായ MiG-29K യുദ്ധവിമാനങ്ങളാണ് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2004 ഇന്ത്യ റഷ്യയിൽ നിന്ന് 12 MiG-29K വിമാനങ്ങളും 4 ഇരട്ട സീറ്റുള്ള MiG-29KUB വിമാനങ്ങളും ഓർഡർ ചെയ്തിരുന്നു. 5 വർഷത്തിന് ശേഷം ഡെലിവറികൾ ആരംഭിച്ചു. തുടർന്ന് 29 വിമാനങ്ങളുടെ രണ്ടാമത്തെ ബാച്ച് ഓർഡർ ചെയ്തു. 2025 ഏപ്രിൽ 28 പഴകിയ MiG-29K യുദ്ധവിമാനങ്ങൾക്ക് പകരമായ റാഫേൽ ജെറ്റുകൾ വാങ്ങാൻ ഇന്ത്യ സമ്മതിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ MiG-29K വിമാനങ്ങൾ ഇപ്പോഴും സജീവമായിരുന്നു. ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് വ്യാപകമായി അത് ഉപയോഗിച്ചു. എയർബോൺ ഏർലി വാർണിംഗ് ഹെലികോപ്റ്റർ കരിയർ ബാറ്റിൽ ഗ്രൂപ്പിനെ പിന്തുണച്ചു.
INS വിക്രാന്ത് കരിയർ ബാറ്റിൽ ഗ്രൂപ്പിന്റെ ഭാഗമായ വിശാഖപട്ടണം ക്ലാസ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ നിർണായകമായ വ്യോമപ്രതിരോധ ശേഷികൾ നൽകുന്നതാണ്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ മാസഗൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് 4 പ്രൊജക്ട് 15B കപ്പലുകൾ നിർമ്മിച്ചു. ഇന്ത്യയുടെ തുടർച്ചയായ നാവിക നവീകരണവും വലിയ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാനുള്ള തദ്ദേശീയമായ കഴിവും അവയുടെ കമ്മീഷൻ കാണിക്കുന്നു. മൾട്ടി ലെയർ പ്രതിരോധ ആക്രമണ ശക്തി നൽകുന്നതിനായി താൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകൾ CBG രൂപീകരിച്ചു. ക്രിവാക് 3 ക്ലാസ് 3 ഫ്രിഗേറ്റുകൾക്കായി ഇന്ത്യ 1997 റഷ്യയുമായി $1 ബില്യൺ കരാറിൽ ഒപ്പുവച്ചിരുന്നു. 2002 മെയ് 1 മുതൽ 2003 മെയ് 3 വരെയാണ് ഇത് വിതരണം ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യ ആണവ പരമ്പരാഗത അന്തർവാഹിനികളുടെ ഒരു കൂട്ടത്തെ വിന്യസിച്ചു. ഫ്രാൻസിൻ്റെ നേവൽ ഗ്രൂപ്പുമായി സഹകരിച്ച് ഇന്ത്യൻ നാവികസേന മാസഗൺ ഡോക്ക് ലിമിറ്റഡിൽ 6 കാൽവാരി ക്ലാസ് പരമ്പരാഗത ആക്രമണ അന്തർവാഹിനികൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നു. വിശ്വസനീയമായ ഒരു ആണവ ട്രയാഡും സെക്കൻഡ് സ്ട്രൈക്ക് ശേഷിയും നിലനിർത്തുന്നതിന് ഇന്ത്യയുടെ അരിഹന്ത് ക്ലാസ് ആണവ അന്തർവാഹിനികൾ നിർണായകമായിരുന്നു. കറാച്ചിക്ക് തെക്ക് വടക്കൻ അറേബ്യൻ കടലിൽ INS CBG വേഗത്തിൽ വിന്യസിക്കപ്പെട്ടു. ഇതൊരു യഥാർത്ഥ ഉപരോധമായി മാറി. ഇന്ത്യയുടെ ശക്തമായ സമുദ്ര സാന്നിധ്യം പാകിസ്ഥാൻ നാവിക വ്യോമ ആസ്തികളെ തുറമുഖങ്ങളിൽ, പ്രത്യേകിച്ച് മക്രാൻ തീരത്ത് സമീപമുള്ളവയിൽ അവയെ പരിമിതപ്പെടുത്തി വച്ചു. ഇത് പാകിസ്ഥാൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് കാര്യമായ തന്ത്രപരമായ സമ്മർദ്ദം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. 1971 കറാച്ചിയിൽ ഇന്ത്യ നടത്തിയ നാവികാക്രമണത്തിൻ്റെ ഓർമ്മകൾ ഈ ഉപരോധത്തെ വെല്ലുവിളിക്കുന്നതിൽ നിന്ന് പാകിസ്ഥാൻ നാവികസേനയെ പിന്തിരിച്ചേക്കാം. അറബിക്കടലിൽ ഇന്ത്യയുടെ പിടി ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ നാവിക സാന്നിധ്യം ഒരു പ്രധാന ഘടകമായിരുന്നു. പഹൽഗാം ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് ശേഷം ഇന്ത്യൻ നാവികസേന യുദ്ധസന്നദ്ധത പരീക്ഷിക്കുന്നതിനായി ഫയറിംഗ് അഭ്യാസങ്ങൾ നടത്തി. സങ്കീർണമായ ഒരു ഭീഷണി സാഹചര്യത്തിൽ നാവികസേനയുടെ തയ്യാറെടുപ്പ്, തന്ത്രങ്ങളും ആയുധ സംവിധാനങ്ങളും പരിഷ്കരിക്കൽ എന്നിവയെ ഈ അഭ്യാസങ്ങൾ സാധൂകരിച്ചു. ഇന്ത്യയുടെ മിസൈൽ വിരുദ്ധ, വിമാന വിരുദ്ധ പ്രതിരോധ ശേഷികൾ ഈ അഭ്യാസങ്ങൾ തെളിയിച്ചു. ഇന്ത്യൻ സൈന്യവുമായും വ്യോമസേനയുമായും സമന്വയിച്ച് ബലപ്രയോഗം നടത്തുന്നതിനുള്ള വിശാലമായ തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു നാവികസേനയുടെ CBG വിന്യാസം. അതായത് വ്യക്തിഗത സേവനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത സംയോജിത പ്രവർത്തനങ്ങൾ. വ്യോമസേന ആഴത്തിൽ ആക്രമണം നടത്തി, സൈന്യം LOCയിൽ പോരാടി, നാവികസേന സമുദ്രമേഖലയിൽ സമ്മർദ്ദം ചെലുത്തി. എല്ലാ നടപടികളും പരസ്പരം പൂരകമായി പാകിസ്ഥാനെതിരെ ഒന്നിലധികം സമ്മർദ്ദ പോയിന്റുകൾ സ്ഥാപിച്ചു. ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സ്ട്രാറ്റജി കാരണമാണ് വിജയം നേടിയത്. എല്ലാ സേവനങ്ങളിലും തീരുമാനമെടുക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള ഒരു സംയുക്ത രീതി ഉണ്ടായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിവിധ മേഖലകളെ ഏകോപിപ്പിക്കാനുള്ള ഈ ശേഷി ശക്തമായ നയതന്ത്രം പ്രയോഗിക്കാനുള്ള ഇന്ത്യയുടെ ശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. ഒരേ സമയം നിരവധി ചാനലുകളിൽ സമ്മർദ്ദം ചെലുത്താൻ ഇത് ഇന്ത്യയെ അനുവദിക്കുന്നു. മനഃശാസ്ത്രപരമായ പുനഃക്രമീകരണവും പൂച്ചയും എലിയും കളിയും. ഈ ഓപ്പറേഷൻ ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷ്-ഇ-മുഹമ്മദ് തുടങ്ങിയ ടീമുകളെ മനഃശാസ്ത്രപരമായ പുനഃക്രമീകരണത്തിന് നിർബന്ധിതരാക്കി. ഇതിനർത്ഥം പ്രത്യാക്രമണങ്ങൾ ആ തീവ്രവാദ സംഘടനകളെ അവരുടെ പ്രവർത്തനക്ഷമത, ആസൂത്രണം, അരക്ഷിതാവസ്ഥ എന്നിവ പുനർനിർണ്ണയിക്കാൻ പ്രേരിപ്പിച്ചു എന്നാണ്. അതനുസരിച്ച് അവർ അവരുടെ പെരുമാറ്റവും പ്രവർത്തന രീതിയും മാറ്റും. പൂച്ചയും എലിയും തമ്മിലുള്ള കളി തന്നെയാണ് അതിൻ്റെ അനന്തരഫലം. തീവ്രവാദികൾ ഇപ്പോൾ സ്വന്തം ദുർബലത മനസ്സിലാക്കുന്നു. അവർ ഇതിനോട് പൊരുത്തപ്പെടും, ഒളിക്കും, ഇനി പുനഃക്രമീകരിക്കും. അങ്ങനെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര ഗ്രൂപ്പുകൾ ദീർഘകാലമായി അനുഭവിച്ചിരുന്ന സുരക്ഷിത ബോധത്തിൽ തുളച്ചു കയറുക എന്ന നിർണായകമായ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഓപ്പറേഷൻ സിന്ദൂർ സഹായിച്ചു. പ്രധാനമന്ത്രി മോദിയുടെ സിദ്ധാന്തം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പുതിയ മാനദണ്ഡം. ആണവ പ്രതിരോധത്തിൻ്റെ ഏതെങ്കിലും ഭീഷണികൾക്ക് വഴങ്ങാതെ ഇന്ത്യ ഇനി മുതൽ തീവ്രവാദത്തിനെതിരെ സൈനികമായി പ്രതികരിക്കുമെന്ന ആശയത്തോടെയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയത്. അതിർത്തി കടന്ന ഭീകരവാദം നടത്തിയാൽ സൈനിക പ്രതികരണവുമായി ഉറച്ചു നിൽക്കാനും അതുവഴി ഇടപെടലിൻ്റെ നിയമങ്ങൾ പുനഃസ്ഥാപിക്കാനും ഇന്ത്യയുടെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും ത്തിലുള്ള പ്രഖ്യാപനമായി പ്രവർത്തിക്കുന്നതിനാണ് ഇത് ഉദ്ദേശിക്കുന്നത്.